അതവിടെ ആ പറഞ്ഞിടുന്ന നിർത്തിയാൽ ഓ ഹോസ്പിറ്റൽ വരെ പോയതാ. ചേച്ചി എന്താ എല്ലാവരും മുഖത്തൊരു മ്ലാനത? എന്ത് ഇതിനെ കണ്ടില്ലേ? എന്താടാ എന്താ പറ്റിയടാ? പോയിക്കോട്ടെ പോയിക്കോ, പൈസ എന്റെ പൊന്നു. ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോ പോലെ ഒന്നും മിണ്ടണമില്ല, കളിയില്ല, ചിരിയില്ല. ചെറിയൊരു ചൂടുണ്ടായിരുന്നു. ചൂടുണ്ടായിരുന്നേ. അത് ഇപ്പോൾ നോക്കിയിട്ട് പനിയില്ല, പക്ഷെ അത് മുണ്ടാട്ടം ഇല്ലാണ്ട് ഇങ്ങനെ ഒരു വകയും സംസാരിക്കണമില്ല. എന്ത് പറ്റിയടാ? ഉറക്കം വരണം. തക്ലിമോന് ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇടേ ചിലപ്പോൾ ഉള്ളിൽ പനി കാണും, അതിന്റെ ക്ഷീണമായിരിക്കും. ഇപ്പൊ ഗുളിക അതിപ്പോ അത് കുഴപ്പമില്ല. ഇന്നലെ ഇതിൽ നിന്നും ചൂടുണ്ടായിരുന്നു. എന്ത് പറ്റിയടാ മക്കളെ? ഉറക്കമില്ല, രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഈ കിടപ്പ്. ഇന്നലെ എത്ര മണിയായി? ഉറങ്ങാത്തതിന്റെ ആയിരിക്കും അധികം. മഴ കൊണ്ടുണ്ടായിരുന്നു അവള്. എവിടുന്ന്? പിന്നെ ഭക്ഷണം കഴിപ്പ് സമയത്ത് ഭക്ഷണം കഴിക്കില്ല, അതല്ലേ? ഞാൻ ഉറങ്ങാൻ പോണം. ഈ കൊച്ചിനെ എനിക്ക് ആദ്യമാണ് ക്ലീറ്റിന് ഉള്ളിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാവോ? ഏയ് ഒന്നുമില്ല. നീ വല്ല ഭക്ഷണം കൊടുക്കണം. ഞാൻ ഗുളിക കൊടുത്തിട്ട് കഴിക്കാൻ കൊടുക്കും. നോക്കട്ടെ. പക്ഷെ എന്തായിരിക്കും? എന്ത് നല്ല സ്മാർട്ടായിട്ടിരുന്ന മൊത്തത്തിൽ അങ്ങ് വാടിപ്പോയല്ലോ. പോയി ചോദിക്കാം. നോക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കാം. വല്ല കഴിക്കട്ടെ. അതിന് പനിയൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് കഴിക്കണമില്ല, ഒരു വകയും മിണ്ടണമില്ല. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ? എനിക്കറിയില്ല, എനിക്ക് ആകെ പേടിയാവുക. നീ ക്ലാസ്സിൽ വല്ലവരായിട്ട് തല്ലു പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവള് ദിവസം വന്നിവിടെ പറയാറുണ്ട്, സ്കൂളിലെ വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. ഒന്നുമല്ല, ഇത് എന്താണെന്ന് ഒരു ഇതുമില്ല. നമുക്ക് കൗൺസിലിംഗിൽ വല്ലതും കൊണ്ടുപോകേണ്ടി വരും. ഞാനും അത് ആലോചിക്കുന്നു. വേറെ ഒന്നുമല്ല, ഈ സ്കൂൾ ബസ്സിനൊക്കെ കയറാൻ വേണ്ടി കൊച്ചൊറ്റയ്ക്കാ പോകുന്നത്. വേറെ എന്തെങ്കിലും കണ്ട ആൾക്കാരൊക്കെ റോഡിൽ പോണ ഇത്രയും വണ്ടിയും. തുറന്ന് എന്തൊക്കെയോ കേൾക്കണം. എനിക്കൊരു സംശയമുണ്ട്, ഈ രാത്രി വല്ല പുറത്തിറങ്ങി എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ചെറിയ ചൂടെങ്ങനെ ഉണ്ടോ? പനി ഉണ്ടായിരുന്നു, ഇപ്പൊ മരുന്ന് കൊടുത്തു, അത് മാറി. പക്ഷെ അത് ഒന്നും മിണ്ടുന്നില്ലെന്നേ, കളിയും ചിരിയൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങളടുത്ത് പറയില്ലേ? ഇപ്പൊ പറയാതിരിക്കുമ്പോ അതാ ഞങ്ങളോട് രണ്ടുപേരോടും പറയാൻ പറ്റാത്തതായിട്ട് അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ കൊച്ചു വിഷമിക്കാതെ നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് നോക്കി നോക്ക്. നീ നിങ്ങളെ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ? ഞാൻ ഒന്ന് പോയി ചോദിക്കട്ടെ. ചോദിച്ചോ. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു. ചേച്ചി വിഷമിക്കാണ്ടിരിക്കേ, ഒന്നും ഉണ്ടാവില്ല. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? തക്കിളി മോനെ, അതാ കൊച്ച് എന്തെങ്കിലും രാജയോട് പറയാനുണ്ടെങ്കിൽ അത് പറയട്ടെ. അത് ശരിയാ, അങ്ങനെ വാ. അല്ലയാ ക്ഷമിക്കാതെ, രാത്രി പരിഹാരം ഉണ്ടാവും. ഞാനൊരു ചായ ഇടട്ടെ? എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അവള് ചിരിയും കളിയൊക്കെ ഇല്ലാതായപ്പോ പെട്ടെന്നേ ഒന്നും ഉണ്ടാവില്ല, പേടിക്കാതെ ഉണ്ടാവും. ഇല്ല, ഒന്നും ഇല്ല. സംഭവം എനിക്ക് തോന്നുന്നത് എന്തോ കണ്ട് പേടിച്ചിട്ടായിരിക്കും.